തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിലേക്ക് നിയന്ത്രണം വിട്ട ലോറി കയറി 5 പേർ മരിച്ചതിൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ലോറി ഓടിച്ചിരുന്നത് മദ്യലഹരിയിലായിരുന്നു. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വാഹനമോടിച്ച അലക്സ് നൽകിയ മൊഴിയാണ്. തുടക്കം മുതലേ മദ്യപിച്ചിരുന്നുവെന്നും ഇരുവരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. യാത്ര തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ അടിയാണ്. അടിച്ചോഫായി ഓടിച്ചു വന്ന ആ വണ്ടി ഓഫാക്കിയത് 5 പേരുടെ ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആ യാത്രയിൽ സംഭവിച്ചതിനെക്കുറിച്ച്, മദ്യലഹരിയിലായിരുന്നു പൂർണ്ണമായും യാത്ര എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അവരൊരു കുറ്റസമ്മതം നടത്തുകയാണ്. സുജയ, ഗുഡ് ഈവനിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്ത ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. 15 ദിവസത്തിനകം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇന്ന് അലക്സിൻ്റെയും അതുപോലെ തന്നെ ജോസിൻ്റെയും ഡ്രൈവറുടെയും ക്ലീനറുടെയും മൊഴികൾ പുറത്തു വന്നു. മദ്യലഹരിയിലായിരുന്നു, നിയന്ത്രണം വിട്ടാണ് ലോറി പോയത്. അതോടൊപ്പം എന്തോ സാധനം തട്ടുന്നത് കേട്ട് ആണ് ഓർമ്മയിലേക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സ്ഥിതി ഉണ്ടാകുന്നപ്പോൾ കൂട്ട നിലവിളിയായിരുന്നു. ആ സമയത്ത് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി എന്നും കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കണ്ണൂർ ഭാഗത്തു നിന്നും യാത്ര പുറപ്പെട്ടതെന്നും തുടങ്ങുന്നത് മുതൽ തന്നെ മദ്യപാനം തുടങ്ങിയെന്നും അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മൊഴികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അത് വളരെ വ്യക്തവുമാണ്. കാരണം ഈ സംഭവം ഉണ്ടായി മരണം സംഭവിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. അപ്പോഴേക്ക് ഇവർ ഈ ലോറി, മരം കയറ്റിയ ലോറിയുമായി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തി. പക്ഷേ പിന്നീട് നാട്ടുകാർ ചേർന്ന് തടയുകയും കല്ലെറിഞ്ഞ് ലോറി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ 7ഓളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. അതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. മറ്റുള്ളവരുടെ നിലയിൽ ചെറിയ പുരോഗതിയുണ്ട്, ആരോഗ്യത്തിൽ ചെറിയ പുരോഗതിയുണ്ട്. പക്ഷേ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുക തന്നെയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഇവർ ചികിത്സയിലുള്ളത്. സുജയ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. 20 സെക്കൻഡ് കണ്ണടഞ്ഞു പോയപ്പോൾ 5 ജീവിതങ്ങളിലേക്കാണ് ഇരുട്ട് കയറിയത് എന്ന് ചുരുക്കം. കാളിയപ്പൻ, നാഗമ്മ, രാജേശ്വരി, 4 വയസ്സുകാരൻ ജീവ, 1 വയസ്സുകാരി ശിവ, ഇതാണ് 5 പേർ. തൃശൂർ നാട്ടികയിൽ വെച്ചുണ്ടായ അപകടത്തിൽ പാലക്കാട് ചെമ്മണാതോട് കോളനിയിലെ 5 ജീവനുകളാണ് നഷ്ടമായത്.